പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിത്യത ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിത്യത എന്ന് നാം കോമൺലി പറയുമ്പോൾ നിത്യമായ സ്വർഗവും നിത്യമായ നരകവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യരക്ഷയും നിത്യശിക്ഷയുമുണ്ട്. ദൈവം നമുക്ക് ചോയ്സ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഏത് വഴിയും നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നല്ല വഴി തിരഞ്ഞെടുത്ത് നല്ല വാതിലൂടെ സ്തോത്രം നിത്യജീവൻ പ്രാപിക്കുവാൻ, ആ സ്വർഗരാജ്യം അവകാശം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെരേമ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-9 വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. Praise the Lord. Jeremiah chapter 21 verse 8 and 9. Furthermore, tell the people, this is what the Lord says. See, I am setting before you the way of life and the way of death. Whoever stays in the city will die by the sword, famine, and plague. But whoever goes out and surrenders to the Babylonians who are besieging you will live. They will escape with their lives. Praise the Lord. അപ്പോൾ ദൈവം നമ്മുടെ മുൻപ് രണ്ട് വഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ദ വേ ഓഫ് ലൈഫ്, മറ്റൊന്ന് ദ വേ ഓഫ് ഡെത്ത്. അത് ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ജീവന്റെ വഴിയിൽ ചെന്നാൽ എന്ത് സംഭവിക്കും, മരണത്തിന്റെ വഴിയിൽ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്നും ദൈവം വ്യക്തമായി ഇവിടെ അരുളി ചെയ്യുന്നു. ജീവന്റെ വഴിയിൽ ചെന്നാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അതിന്റെ അർത്ഥം സ്തോത്രം, സന്തോഷവും സമാധാനവും ആശ്വാസവും, ആരെയും ഭയപ്പെടാതെ ഒരു ജീവിതം നയിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണത്തിന്റെ വഴിയിൽ ചെന്നാലോ വാൾ, ക്ഷാമം, മഹാമാരി കൊണ്ട് നിങ്ങൾ മരിക്കും. മരണം ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അത് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 13-14 വചനങ്ങൾ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ നിശ്ചയമായും ജീവന്റെ വഴി അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. എന്നാൽ മരണത്തിലേക്കുള്ള വഴിയോ വിശാലമായ വഴി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്ന നാശത്തിലേക്ക് പോകുന്ന വാതിൽ, മരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന വഴി വിശാലമുള്ളത്, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിലും ആ വഴിയോ ഞെരുക്കമുള്ളത്, അതുകൊണ്ട് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ, മറ്റുള്ളവർ സ്തോത്രം പെരുമാറുന്നത് പോലെ നാമും അതുപോലെ തന്നെ ആയിത്തീർന്നാൽ നാം നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ ചാൻസ് ഉണ്ട്. ഈ നാളുകളിൽ ഹല്ലേലൂയ, മെജോറിറ്റി അല്ല, ദൈവം എപ്പോഴും മൈനോറിറ്റിയുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് പ്രിയമുണ്ട്, പ്രസാദമുണ്ട് എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, എവിടെയും ചെറിയ കൂട്ടമാണ് രക്ഷിക്കപ്പെടുന്നത്. നോഹയുടെ പെട്ടകത്തിൽ നാം നോക്കുമ്പോൾ 8 പേർ രക്ഷ പ്രാപിച്ചു, ബാക്കി സകല ജനവും നശിച്ചു. സൊദോം ഗൊമോറയിൽ ലോത്തിന്റെ ആ ഭവനം മാത്രം, ബാക്കി എല്ലാവരും നശിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ അതിൽ തുടർന്ന് നാം നോക്കുമ്പോൾ എവിടെയും ഒരു ശേഷിപ്പ്
വർഷിപ്പ് മാത്രമാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവൻ ഈ കാലഘട്ടത്തിലും ആമേൻ ഹല്ലേലൂയ ആമേൻ നാം ഒരു വ്യത്യസ്തരായി ജീവിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ ആ ജീവനിലേക്ക് പോകുന്നവരുടെ വഴി ഞെരുക്കമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. പലവിധമായ പ്രയാസങ്ങൾ മാനസികമായി, ശാരീരികമായി, ആത്മീയമായി, ഹല്ലേലൂയ സാമ്പത്തികപരമായി വളരെ ഞെരുക്കവും ബുദ്ധിമുട്ടും ആമേൻ. എന്നാൽ നിങ്ങൾ ജീവനിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ ഭയങ്കര ഞെരുക്കം, പ്രയാസം, ഹല്ലേലൂയ. മറ്റുള്ളവരേക്ക് നോക്കുമ്പോൾ എല്ലാവരും ആമേൻ സ്തോത്രം വേറെ യാതൊരു പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്നു, ഞങ്ങൾ മാത്രമാണല്ലോ ഈ ഒരു പ്രതിസന്ധി. പ്രൈസ് ദി ലോർഡ്. വഴി ഞെരുക്കമാണ് ആമേൻ സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ, പക്ഷെ കണ്ടെത്തി കഴിഞ്ഞാലോ നിത്യകാലമായി യേശുവോടുകൂടെ യുഗായുഗങ്ങളായി നമുക്ക് വസിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ നാളുകളിൽ മറ്റുള്ളവർ ആമേൻ തെരഞ്ഞെടുക്കുന്നത് പോലെ നാമം തെരഞ്ഞെടുക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവർ പോകുന്നത് പോലെ നാമം പോകുന്നവരായിട്ടല്ല, വ്യത്യസ്തരായി നാം ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നുണ്ട്. ചിലപ്പോൾ നാം ഒറ്റപ്പെട്ടേക്കാം, ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് വരത്തില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മെ അറിയേണ്ടുന്ന വണ്ണം അറിയുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ വഴി ഞെരുക്കമുള്ളതായിരുന്നാലും ആമേൻ സ്തോത്രം, ചില പ്രയാസങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും ജീവനിലേക്ക് പോകുന്നവരുടെ ആമേൻ സ്തോത്രം വാതിൽ യേശുവാകുന്നു. ഹല്ലേലൂയ. യേശുവാകുന്ന വാതിലൂടെ നാം അകത്ത് കടന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം പിന്നെ നമ്മെ പിടിച്ചു പറിക്കുവാൻ, നമ്മെ യേശുവിന്റെ കയ്യിൽ നിന്ന് ആമേൻ സ്തോത്രം തകർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. നാം സേഫ് സോണിലാണ്. എന്നാൽ ഒരു കംഫർട്ട് സോൺ ആഗ്രഹിച്ചുകൊണ്ട് വിശാലമായ യാതൊരു ബുദ്ധിമുട്ടുകളും യാതൊരു പ്രശ്നങ്ങളും ഇല്ല സ്തോത്രം സ്തോത്രം കംഫർട്ട് സോണിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളോടൊപ്പം ഒത്തിരി പേരുണ്ടാകും. വഴി വിശാലമായിരിക്കാം, എന്നാൽ ചെന്നെത്തുന്നതോ നാശത്തിലേക്കായിരിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് 2 വചനം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിച്ചു കൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്യുന്ന ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ യേശു കർത്താവ് പറഞ്ഞ നാശത്തിലേക്ക് പോകുന്ന വാതിലും ജീവനിലേക്ക് പോകുന്ന വാതിലും അതിലെ വഴി എങ്ങനെയുള്ളത്, വിശാലമുള്ളതും ഞെരുക്കമുള്ളതും. അതിൽ കൂടെ കടക്കുന്നവർ എങ്ങനെയുള്ളതാണ്, അനേകരും വളരെ ചുരുക്കവും. അപ്പോൾ നാം ഏത് കൂട്ടത്തിലായിരിക്കണം? പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തരായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നാമമായിരിക്കാം. നമുക്കും യേശുവിന് വേണ്ടി വ്യത്യസ്തരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. യേശുവിന് വേണ്ടി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം. എന്ത് തന്നെ വന്നാലും ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി നിലനിന്നാൽ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും കർത്താവ് നിത്യത എന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അവരവർക്കത് തിരഞ്ഞെടുക്കാം. ഈ നാളുകളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മരണത്തിന്റെ വഴിയല്ല, ജീവന്റെ വഴി തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിന്റെ പാത പിൻഗമിച്ച് ഞെരുക്കവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഉണ്ടെങ്കിലും സ്തോത്രം അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആ ചുരുക്കത്തെ നാമം കാണപ്പെടാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നാം തിരഞ്ഞെടുക്കപ്പെടുന്ന വഴിയെ തന്നെ ദൈവം നമ്മുടെ പക്ഷമുണ്ടെന്ന് നാം ചിന്തിക്കരുത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമത്രേ. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇവരെയും സഹായിക്കുമാറാകട്ടെ. അതിനെ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം ക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പാതയിൽ തന്നെ ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ കൂടെ ഇരുന്ന് നടത്തണമേ, നയിക്കണമേ കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം അല്ലാതെ ആർക്ക് പിതാവിന്റെ അടുക്കൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. യേശുവാകുന്ന വാതിലൂടെ വഴിയിലൂടെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. വ്യത്യസ്തരായി ജീവിച്ചെന്റെ കർത്താവിന്റെ രാജ്യത്ത് പ്രവേശിക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു തരുന്നു, സമർപ്പിക്കുന്നു. യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് ആമേൻ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങളെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. May God bless you all. Amen.